my dear friends. How are you? This is English time again. Welcome to the fourth part of English time. Are you ready? അപ്പോൾ എല്ലാവർക്കും 6ാം ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ഭാഗം 4ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഇംഗ്ലീഷ് ടൈം ഒരാഴ്ച മുമ്പായിരുന്നു അല്ലേ? അന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? What all things we discussed? Can you say? We are discussing about the family, right? I asked you to do an activity too. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒരു കുടുംബത്തെക്കുറിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. Do you remember that? Tell me, what was that? Yeah, I have asked you to write the summary of the story. Did you write it? അപ്പോൾ നിങ്ങൾക്ക് തന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ആ ടീച്ചർ എടുത്ത കഥയുടെ സമ്മറി, അതിൻ്റെ ഒരു ഉള്ളടക്കം എഴുതാനായിരുന്നു. അപ്പോൾ എല്ലാവരും അത് എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും കഥയിലെ പ്രധാന സംഭവങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോ? ടീച്ചർ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നോ? വെരി ഗുഡ്. I too have got some of such summaries. Do you want to see them? Here are they. അപ്പോൾ ടീച്ചറിന് ലഭിച്ച സമ്മറി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാണിച്ചു തരികയാണ്. English time, I asked you some questions based on Raja's family picture. Do you remember them? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാജയുടെ കുടുംബത്തെ കുറിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് എന്നാണ് ചോദിക്കുന്നത്. What are they? Perhaps you don't. These were the questions I asked. This was the first question. അപ്പോൾ ടീച്ചർ ചോദിച്ച ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹിസ് ഗ്രാൻഡ് പാരൻസ് ആർ സീൻ ഇൻ ദ പിക്ചർ. വേർ ആർ ഹിസ് ഫാദർ ആൻഡ് മദർ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ രാജയുടെ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞാൽ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നമുക്ക് കാണുന്നുണ്ട് ഈ ചിത്രത്തിൽ. വേർ ആർ ഹിസ് ഫാദർ ആൻഡ് മദർ. രാജയുടെ അച്ഛനും അമ്മയും എവിടെ എന്നാണ് ചോദിക്കുന്നത്. His grandparents are seen in the picture. Where are his father and mother? And the second one was this. Is this man his father? If so, where is his mother? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ദിസ് മാൻ ഹിസ് ഫാദർ. ആ ചിത്രത്തിൽ കാണുന്നത് രാജയുടെ അച്ഛനാണോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് സോ വേർ ഈസ് ഹിസ് മദർ. അങ്ങനെ അത് രാജയുടെ അച്ഛനാണെങ്കിൽ തന്നെ രാജയുടെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുന്നത്. Did you get the answers to these questions? What are the answers? I know you got it from the story. Am I right? Now അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനുള്ള ഉത്തരം ആ കഥയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. tell me, is this man Raja's father? No. He is his uncle, right? Then, where are his father and mother? അപ്പോൾ ആ ചിത്രത്തിൽ കാണുന്ന ആള് രാജയുടെ അച്ഛനാണോ എന്നാണ് ചോദിക്കുന്നത്. അത് രാജയുടെ അച്ഛനല്ല, അത് രാജയുടെ അങ്കിളാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ രാജയുടെ അച്ഛനും അമ്മയും എവിടെ എന്നാണ് ചോദിക്കുന്നത്. Yeah, Raja's mother died when he was young. What about his father? His father left him with his grandparents. അപ്പം രാജാസ് മദർ ഡൈഡ് വെൻ ഹി വാസ് യങ്. രാജയുടെ അമ്മ അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന ടൈമിൽ മരണപ്പെട്ടിരുന്നു. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം വിത്ത് ഹിസ് ഗ്രാൻഡ് പാരൻസ്. അവൻ്റെ അച്ഛൻ അവനെ അവൻ്റെ
ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. What are the other ideas you got from reading this story? Tell me the main points. All called him Raja, right? What are the other ideas you got about Raja from reading the story? അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ വായിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് രാജ എന്നല്ല അവൻ്റെ യഥാർത്ഥ പേര് എന്നാണ്. ഇത് മാത്രമല്ല വേറെയും കുറേ പോയിന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെ പോയിന്റ്സ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. Tell me the main points. All called him Raja, okay? Then Raja's mother died when he was young, right? We have seen that point. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാജാസ് മദർ ഡൈഡ് വെൻ ഹി വാസ് യങ്. രാജയുടെ അമ്മ മരണപ്പെട്ടിരുന്നു അവൻ കുട്ടിയായിരിക്കുന്ന ടൈമിൽ. ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾ കോൾഡ് ഹിം രാജ. എല്ലാവരും അവനെ രാജ എന്ന് വിളിച്ചിരുന്നു. What next? His grandparents were Raja's guardians. Good. പിന്നെ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഹിസ് ഗ്രാൻഡ് പാരൻസ് വേർ രാജാസ് ഗാർഡിയൻ. രാജയുടെ ഗാർഡിയന്മാർ ആരൊക്കെയെന്ന് വെച്ചാൽ അവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയിരുന്നു. അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു അവൻ്റെ ഗാർഡിയൻസ്. നമുക്ക് കഥാഭാഗം ഒന്നുകൂടി വായിച്ചാലോ? കഥ സ്ക്രീനിൽ കാണാം. What will you do then? You can also read with me. Okay? Ready? അപ്പോൾ കഥാഭാഗം ടീച്ചർ നിങ്ങൾക്ക് ഒന്നും കൂടി വായിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ടീച്ചർ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ വായിക്കുക. Everybody called me mother and grandparents who brought uncle and strong man. He took good. People liked him because they were other kinds of trees. Little cow watched the birds in the garden and reptiles. Well, have you understood all? You wrote the summary of this part, right? I'll show the summary written by a friend. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചാപ്റ്റർ വായിച്ചതിൻ്റെ സമ്മറി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചറിന് ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്ത സമ്മറി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ കാണിച്ചു തരികയാണ്. കഥയിലെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ടോ എന്ന് പരിശോധിക്കണം. എന്താ, റെഡിയല്ലേ? Now read this. Let us check point by point. Everybody called him Raja and mother who brought him up. They had many relatives, but they listened to him for advice and help her very much. His uncle was young, too liked him. He always helped Raja. Did not like this because they were afraid of Raja's grandfather. Finished? Are all the main points here? Is anything missed here? So these are the main points in this part. Now, may I ask you some questions? Who is telling Raja's story? അപ്പോൾ നമ്മുടെ സമ്മറി ടീച്ചർ ഇപ്പോൾ വായിച്ചു തന്നു. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സമ്മറിയാണിത്, മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ ടീച്ചർ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. രാജയുടെ കഥ ആരാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. Yes, Raja himself is telling his story. Good. Now the second question. അപ്പോൾ രാജയുടെ കഥ പറയുന്നത് രാജ സ്വന്തം ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Raja says, grandmother would follow me like a shadow. What did you understand from this? Grandmother always followed him. She took care of all his needs, right? പിന്നീട് പറയുന്ന ക്വസ്റ്റ്യന് ഗ്രാൻഡ് മദർ എപ്പോഴും രാജേനെ നിഴല് പോലെ പിന്തുടർന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. രാജയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഗ്രാൻഡ് മദർ രാജയുടെ പുറകെ ഇങ്ങനെ ഒരു നിഴല് പോലെ നടക്കുന്നത്. What quality
uncle do we understand from the story? Yes, young. Very good. Next. Clever. Okay, right. Then he helped his grandfather. Okay. ഇനി നമ്മൾ പറയുന്നത് അങ്കിളിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടാണ്. അങ്കിൾ യങ് ആണ്, പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു യുവാവാണ്, പിന്നെ ക്ലെവറാണ്, ബുദ്ധിമാനാണ്, പിന്നെ പറയുന്നത് ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദറിനെ സഹായിച്ചിരുന്നു. Then all people liked him. Okay, then yes, he helped Raja when he was in trouble. പിന്നെ പറയുന്നത് ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും അങ്കിളിനെ ഇഷ്ടമായിരുന്നു. പിന്നെ ഹെൽപ്ഡ് രാജ വെൻ ഇൻ ട്രബിൾ, രാജ എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുമ്പോൾ രാജേനെയും അങ്കിൾ സഹായിച്ചിരുന്നു. See, grandfather did not allow Raja to play with other children. Why? He believed that Raja would be spoiled. He would become a bad boy. രാജയുടെ മുത്തശ്ശൻ പുറത്തു പോയി കളിക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല. അതിന് അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് രാജ പുറത്തു പോയി കളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം കേടുവരുമെന്നാണ്, അവനൊരു ബാഡ് ബോയ് ആവും എന്നാണ് പറയുന്നത്. Right? Do you agree with grandfather's belief? What is your opinion? He is wrong. നിങ്ങൾ ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് കൂട്ടുകാർ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Raja has a right to play with his friends. No, I don't agree. Their children Had no one to play with. Your friend's opinion. What do you say? What is your opinion? Opinion. What do you say? What is your opinion? Now to the questions again. You know, Raja had no one to play with. Then how did Raja find happiness in the grandparents' house? അപ്പോൾ നിങ്ങളുടെ നിഗമനങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർ അത് കഴിഞ്ഞ് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. രാജനെ പുറത്ത് പോയിട്ട് കളിക്കാനൊന്നും രാജയുടെ മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് രാജ സമയം വീട്ടിൽ ചെലവഴിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. There were many other things. What were they? I shall say the first thing. A large garden. There was a large garden around the house. അപ്പോൾ രാജയ്ക്ക് സമയം ചെലവഴിക്കാൻ അവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ലാർജ് ഗാർഡൻ എന്നാണ്, ഒരു വലിയ പൂന്തോട്ടം ആ വീടിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ്. What were there in the garden? Trees. A number of trees. What kind of trees? Yeah, coconut trees, mango trees, etc. What are the other possible trees? അപ്പോൾ ആ തോട്ടത്തിൽ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു. തെങ്ങുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു, അങ്ങനെ പലതരം മരങ്ങളുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ മരങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. Can you guess? Yeah, jack trees, then arecanut trees, okay. Well, guava trees, maybe. Then, can there be gooseberry trees? Sometimes, okay. അപ്പോൾ അവിടെ വേണേൽ പ്ലാവ്, പിന്നെ അതുപോലെ നെല്ലിക്കട മരം, പിന്നെ അടക്കാപ്പഴത്തിൻ്റെ മരം, പിന്നെ കിഴങ്ങ്, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് മരങ്ങൾ എന്ന് പറയുന്നത്. These are all the trees. Raja speaks about animals and birds also. What are they? Birds, butterflies, honeybees. What else? Fish, kingfishers, storks. What are storks? Look at the pictures. അപ്പോൾ രാജ പിന്നെ മരങ്ങളെ കുറിച്ച് മാത്രമല്ല അവിടെ ഉള്ള കുറേ പക്ഷികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷികളെയും പൂമ്പാറ്റകളെയും മീനിനെയും അങ്ങനെ സ്റ്റോക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റിയാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, പാടത്തൊക്കെ കാണുന്നതാണ്. These are storks.
These all were his companions. Am I right? Raja talks about a grove. Where is it? At the corner of the compound, right? What all things പിന്നീട് രാജ പറയുന്ന ഒരു ഗ്രോവിനെ കുറിച്ചിട്ടാണ്. എവിടെയാണ് ആ ഗ്രോവ് ഉള്ളത് എന്ന് വെച്ചാൽ ഗാർഡൻ്റെ തോട്ടത്തിൻ്റെ കോർണർ ഒരു മൂലയിലാണ് ആ ഗ്രോവ് ഉള്ളത്. were there? By the by, what is a grove? You can see pictures of groves here. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്താണ് ഗ്രോവ് എന്ന് അറിയുന്നുണ്ടാവില്ല. ഗ്രോവിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഗ്രോവിൻ്റെ ചിത്രം. അപ്പോൾ ഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോപ്പുകളാണ്. Is it clear now? What animals live there? Jackals, mongooses, wildcats. All these are wild animals. But Raja's grandparents grow some domestic animals also. What are they? അപ്പോൾ ഈ ഒരു തോപ്പിൽ ധാരാളം വൈൽഡ് അനിമൽസ് കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ മംഗൂസ് കീരിനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ കാട്ടുപൂച്ച, അങ്ങനെ ഫോക്സ്, കുറുക്കനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ രാജയുടെ മുത്തശ്ശൻ അവിടെ ഡൊമസ്റ്റിക് അനിമൽസ്, അതായത് വീട്ടിൽ വളർത്താൻ പറ്റുന്ന മൃഗങ്ങളെ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ മൃഗങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. Cows, bulls and bullocks. Now, what are there at home for Raja to play with? അപ്പം അവിടെ പശു ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാള ഒക്കെ ഉണ്ട്, എരുമ ഒക്കെയാണ് അവിടെ വളർത്തുന്ന മൃഗങ്ങൾ. അപ്പോൾ രാജയ്ക്ക് കൂടെ കളിക്കാൻ ആരൊക്കെയുള്ളത് എന്നാണ് ചോദിക്കുന്നത്. Calves. Am I right? നോക്കൂ, ഇത്രയൊക്കെ വായിച്ചതിൽ നിന്ന് രാജയുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിത രീതിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? Had you seen such homes anywhere? Can you say the specialities of Raja's home? അപ്പോൾ രാജയ്ക്ക് അവിടെ കൂടെ കളിക്കാനുള്ളത് കാപ്സ് ആണ്. കാപ്സ് എന്ന് പറഞ്ഞാൽ പശുക്കിടാങ്ങളാണ്. അപ്പോൾ രാജയുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ രാജയുടെ വീട് പോലത്തെ വീട് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. രാജയുടെ വീടിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ടീച്ചർ നിങ്ങളോട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. Can we say about the homestead? Tell me, what things are there? There are farms and paddy fields. There are plenty of trees around. There are water tanks, fishes, plenty of birds around. അപ്പോൾ രാജയുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഫാംസ്, അതായത് തോട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാഡി ഫീൽഡ്, വയലുകൾ കാണാം, പിന്നെ മരങ്ങൾ, പിന്നെ മീനെ വളർത്തുന്ന ടാങ്ക്, അങ്ങനെ ഒരുപാട് പക്ഷികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രാജയുടെ വീട്ടിൽ കാണാൻ കഴിയുന്നതാണ്. There are groves with trees, plants, bushes, creepers. Wild animals live there without fear. പിന്നെ അവിടെ തോപ്പുകൾ കാണുന്നുണ്ട്. തോപ്പുകളിൽ പൂമ്പാറ്റകൾ, പിന്നെ അതുപോലെ തന്നെ കാട്ടുജീവികൾ, വള്ളികൾ, ചെറിയ ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ മൃഗങ്ങളെല്ലാം ഒരു പേടിയും കൂടാതെയാണ് അവിടെ ജീവിക്കുന്നത്. There are domestic animals in the house, animals that they bring up like cows, bullocks. Why cows? You know, for milk. Good. Why bullocks? അപ്പോൾ നമ്മുടെ രാജയുടെ വീട്ടിൽ വൈൽഡ് അനിമൽസ് മാത്രമല്ല, ഡൊമസ്റ്റിക് വീട്ടുമൃഗങ്ങളും അവിടെ വളർത്തുന്നുണ്ട്. കൗസ് ഉണ്ട്, പശുക്കളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കാളകളുണ്ട്. എന്തിനാണ് നമുക്ക് പശു എന്ന് വെച്ചാൽ നമുക്ക് പാല് കിട്ടും പശുവിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പശുക്കൾ അവിടെ വളർത്തുന്നത്. Do you know? Bullocks were used for plowing fields. Now look at this picture. You can see people plowing with bullocks here. Now we don't use bullocks for plowing much. We nowadays use machines like tractors and tillers like you see in this picture. അപ്പോൾ ബുള്ളക്സ് ഉണ്ട് അവിടെ. ബുള്ളക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളകൾ. അപ്പോൾ എന്തിനാണ് കാളകളെ അവിടെ എന്ന് വെച്ചാൽ നിലം ഉഴുതാൻ വേണ്ടിയിട്ടാണ്.
പാടത്തൊക്കെ നിലം ഉഴുതി മറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാളകളെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാളകളെ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ട്രാക്ടറായിട്ടും പിന്നെ അതുപോലെ തന്നെ വേറെയുള്ള മെഷീനുകൾ അതിനോട് താരതമ്യം ചെയ്യുന്ന മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ അത് കാണുന്നുണ്ട്. What kind of a life do we get from the story? An agrarian life, isn't it? അപ്പം ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ഒരു അഗ്രികൾച്ചറൽ, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. They cultivate all kinds of food materials, vegetables, they produce milk, there are plenty of fruit trees and plants around. അവർ പച്ചക്കറികളും പിന്നെ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ വീട്ടിൽ അവർ ഉണ്ടാക്കുന്നുണ്ട്. They produce all they need and so they get fresh air too. Do you have such a living with loads of birds and animals all around? അപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ അവരെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശുദ്ധമായ വായു ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ജീവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കുറേ ധാരാളം ചെടികളും മരങ്ങളും കിളികളും ഒക്കെയുള്ള ചുറ്റും കിളികളുമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Cool shade all around. That will be quite wonderful, right? കഥാകാരനായ ശങ്കർ അദ്ദേഹത്തിന്റെ കാലത്തെ നാടിനെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഏത് കാലമായിരിക്കും? You know, he was born in 1902. The life pictured here is the village life during 1910 or after that. At that time, almost all... അപ്പോൾ ഇവിടുത്തെ കഥാകാരൻ ജനിച്ചിട്ടുള്ളത് 1902 അപ്പോൾ ഈ ഒരു സംഭവം നടക്കുക 1910, 11 എന്നുള്ള ആ ഒരു വർഷത്തിൻ്റെ ഒരു ഇടയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃഷി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് അന്ന് കാലത്ത് എല്ലാവരും ജീവിച്ചു പോന്നിരുന്നത്. All villages of Kerala were like that. We cannot see such things here now. Most of our villages have become towns now. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഈ ഒരു ജീവിതശൈലിയാണ് നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ വില്ലേജുകളും ടൗണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് എവിടെയും ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. People stopped farming and cattle rearing, didn't they? All of us are buying rice, vegetables, milk, everything, right? ഇന്ന് എല്ലാവരും കൃഷിയെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് അവരവർക്ക് വേണ്ട അരിയാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളാണെങ്കിലും പുറത്ത് നിന്ന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. Well, let's come back to the story. Shall we recall the main points that we got from this story? We have seen most of the points in the summary that our friends wrote. I shall read them once again, okay? അപ്പോൾ നമ്മൾ ആ പാഠത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സമ്മറി വായിച്ചു കഴിഞ്ഞിരുന്നു മെയിൻ പോയിന്റ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഒന്നും കൂടി അത് വായിച്ചു തരികയാണ് ചെയ്യുന്നത്. All called the boy Raja. Good. Now about his parents. What do we know about them? His mother died when he was young. അപ്പം രാജ എന്നായിരുന്നു അവനെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. He was living with his grandparents. Now about his family members. അവൻ അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിച്ചിരുന്നത്. ഇനി രാജയുടെ കുടുംബാംഗങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. What ideas did we get about his family members? His grandfather was a tall, strong man. All people respected him. അപ്പോൾ അവൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ കുടുംബാംഗങ്ങളിൽ ഒരാളാണ് ഗ്രാൻഡ് ഫാദർ, അതായത് അവൻ്റെ മുത്തശ്ശൻ ഒരു ഹൈറ്റിലുള്ള ഒരു ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ആ നാട്ടിലുള്ള എല്ലാവരും ബഹുമാനിച്ചിരുന്നു. Now about the grandmother. His grandmother was kind and gentle. She cared him very much.
അവൻ്റെ പിന്നീട് പറയുന്നത് അവൻ്റെ മുത്തശ്ശിയെ കുറിച്ചാണ്. മുത്തശ്ശി വളരെ പാവമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ രാജയെ വളരെയധികം ശ്രദ്ധയോടെ വളർത്തിയിരുന്നു. അവനെ നന്നായി നോക്കിയിട്ടായിരുന്നു വളർത്തിയിരുന്നത്. Who is left now? The uncle. Well, what do you know about him? Raja's uncle was a young, clever man. He helped the grandfather in farming. പിന്നീട് പറയുന്നത് രാജയുടെ അങ്കിളിനെ കുറിച്ചിട്ടാണ്. അങ്കിൾ ഒരു യങ് ക്ലവർ മാൻ ആണ്, ഒരു യുവാവാണ്, നല്ല ബുദ്ധിമാനായിട്ടുള്ള ഒരു യുവാവാണ്. അദ്ദേഹം ഗ്രാൻഡ് ഫാദറിനെ, മുത്തശ്ശനെ കൃഷിയിടങ്ങളിലൊക്കെ സഹായിക്കുമായിരുന്നു. Now, what about Raja's life in the house? Raja had no friends to play with, right? He was not allowed to play with other children, okay? അപ്പോൾ രാജയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജ ഹാഡ് നോ ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത്. രാജയ്ക്ക് കളിക്കാൻ ഒരു കൂട്ടുകാരൻ തന്നെ ഉണ്ടായിരുന്നില്ല. ഹി വാസ് നോട്ട് അലൗഡ് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. അവനക്ക് പുറത്ത് പോയി അവൻ്റെ കൂട്ടുകാരുമായിട്ട് പുറത്ത് പോയി കളിക്കാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നില്ല. What do you know about the house and its surroundings? There are plenty of trees, plants, birds and animals around the house. പിന്നെ അതുപോലെ തന്നെ രാജയുടെ വീടിന് ചുറ്റുവട്ടം ധാരാളം മരങ്ങളും ബേർഡ്സും കിളികളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. There are animals at home also. Raja used to play with calves and animals. അവൻ്റെ വീട്ടിൽ മൃഗങ്ങളെ വളർത്തിയിരുന്നു. രാജ കളിച്ചിരുന്നത് ആ ഒരു മൃഗങ്ങളോടും പിന്നെ അതുപോലെ തന്നെ പശുക്കിടാങ്ങളോടും ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. Can you read this part of the story once again? The text will be seen on the screen. Read it. Everybody. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി വായിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഇത് വായിക്കണം. Called me Raja and grandmother, friends who brought me, uncle and I, strong man. He came to him for advice and help. അപ്പോൾ ഇത്രയും ഭാഗത്തിൽ പറയുന്നത് രാജ എന്നായിരുന്നു അവനെ എല്ലാവരും വിളിച്ചിരുന്നത്. അത് അവൻ്റെ യഥാർത്ഥ പേരല്ല, പക്ഷെ അവനക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാണ്. അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിച്ചിരുന്നത്. മുത്തശ്ശിയാണ് അവൻ്റെ ഗാർഡിയൻസ്. അവൻ്റെ അമ്മ അവൻ ചെറിയ കുട്ടിയാകുമ്പോൾ മരിച്ചിരുന്നു. അവൻ്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. അവരൊരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ അവരെ കുടുംബം എന്ന് പറയുന്ന ഒരു ചെറിയ കുടുംബമാണ്. അവൻ്റെ ഗ്രാൻഡ് ഫാദർ, പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ, അങ്കിൾ, പിന്നെ അവനും, അതായത് അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവനും അവൻ്റെ ഒരു അങ്കിളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവനക്ക് ധാരാളം റിലേറ്റീവ്സ് കുടുംബക്കാരുണ്ടായിരുന്നു, പക്ഷെ അവരെല്ലാം അവരവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ടോൾ സ്ട്രോങ് മാനാണ്. നല്ല ഹൈറ്റിലുള്ള നല്ലൊരു ആരോഗ്യവാനായിരുന്ന മനുഷ്യനായിരുന്നു. അവർ എപ്പോഴും നല്ല സൗണ്ടിലായിരുന്നു സംസാരിച്ചിരുന്നത്. ആ വില്ലേജിലുള്ള ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. എല്ലാവരും ആ വില്ലേജിലുള്ളവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചോദിച്ചറിയുമായിരുന്നു. Grandmother was saying, still at his fields and garden to my help. ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് വളരെയധികം പാവപ്പെട്ട ഒരു നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവർ രാജയെ ധാരാളം അധികം കെയർ ചെയ്തിരുന്നു. അവൻ്റെ പുറകെ അവനെ ഒരു നിഴല് പോലെ പാല് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കുടിക്കാനും ഒക്കെ പറഞ്ഞ് അവൻ്റെ പുറകെ ഒരു നിഴല് പോലെ തന്നെ അവർ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ രാജയ്ക്ക് അത് ഇഷ്ടമായിരുന്നില്ല. എന്നാലും അവനക്ക് ഗ്രാൻഡ് മദർ മുത്തശ്ശിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ അങ്കിൾ എന്ന് പറയുന്നത് യങ് ആൻഡ് ക്ലെവറാണ്, വളരെ യുവാവായിരുന്നു, ബുദ്ധിമാനായിട്ടുള്ളൊരു യുവാവായിരുന്നു. അദ്ദേഹം ഗ്രാൻഡ് ഫാദറിനെ ഫീൽഡിൽ അവരുടെ കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലും ഒക്കെ എപ്പോഴും സഹായിക്കുമായിരുന്നു. ആ നാട്ടിലുള്ളവരെല്ലാവർക്കും തന്നെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമുള്ളതുപോലെ അങ്കിളിനെയും ഇഷ്ടമായിരുന്നു. രാജ എന്തെങ്കിലും ആപത്തിൽ പെടുമ്പോൾ അവൻ്റെ അങ്കിൾ വന്ന് അവനെ രക്ഷിക്കുമായിരുന്നു. At home, I did not do that. Afraid of grandfather. And all around there were birds, frogs and other water birds came to the tanks to catch the fish.
അവൻ്റെ വീട്ടിൽ അവന് ഒറ്റയ്ക്കായിരുന്നു. അവനെ പുറത്ത് പോയിട്ടൊന്നും കളിക്കാൻ അവൻ്റെ ഗ്രാൻഡ് ഫാദർ മുത്തശ്ശൻ സമ്മതിച്ചിരുന്നു. ഗ്രാൻഡ് ഫാദർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയി കളിച്ചു കഴിഞ്ഞാൽ രാജയുടെ സ്വഭാവം കേടുവരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന് പുറത്ത് പോയി കളിച്ചിരുന്നില്ല. അവൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീട്ടിൽ വരാൻ പേടിയായിരുന്നു, ഗ്രാൻഡ് ഫാദറിനെ പേടിച്ചിട്ട്. പിന്നെ ഗ്രാൻഡ് ഫാദർ അവർ പുറത്ത് പോയി കളിക്കാൻ പറ്റാത്തത് കാരണം അവിടെ വീട്ടിൽ ഒരു വലിയ സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. ഗാർഡൻ തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ധാരാളം മരങ്ങളും പക്ഷികളും പിന്നെ അതുപോലെ തന്നെ പൂമ്പാറ്റകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ധാരാളം മീനുകളുണ്ട്. ആ മീനുകളെ കൊത്തിയെടുക്കാൻ കിങ് ഫിഷേഴ്സ് ഒക്കെ വരുമായിരുന്നു. In a corner of the compound, and I look. രാജയുടെ വീടിനെ കുറിച്ച് ധാരാളം grow. പിന്നീട് പറയുന്നത് അവൻ്റെ ആ ഗാർഡൻ്റെ ഒരു മൂലയിൽ ഒരു തോപ്പ് ഉണ്ടായിരുന്നു. ആ തോപ്പിൽ ധാരാളം മരങ്ങളും ചെറിയ ചെടികളും വള്ളികളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ കീരിയും വൈൽഡ് കാറ്റും കാട്ടുപൂച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവിടെ അവർ ഡൊമസ്റ്റിക് അനിമൽസ്, അതായത് വീട്ടിൽ വളർത്താൻ പറ്റുന്ന അനിമൽസ്, മൃഗങ്ങളായിട്ടുള്ള പശുവിനെയും കാളയും ഒക്കെ വളർത്തിയിരുന്നു. രാജ പശുക്കുട്ടിയുമായിട്ട് എപ്പോഴും കളിക്കുമായിരുന്നു. അവനക്ക് ആ പശുക്കുട്ടിയായിട്ട് കളിക്കുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവനക്ക് ആ കിളികളെ നോക്കിയിരിക്കാനും വളരെയധികം ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവന് അവിടുത്തെ മംഗൂസസ് പാമ്പിൻ്റെ പുറകെ ഓടുന്നതും പിന്നെ ബട്ടർഫ്ലൈസിനെ ഒക്കെ കുറിച്ചിട്ട് അവരെല്ലാവരെയും അവന് കാണുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. I ran after mongooses and I caught butterflies and reptiles. രാജയുടെ വീടിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി രാജയുടെ വീടും പരിസരവും ഒന്ന് വരച്ചാലോ? What all things will you draw? Yeah, the house. We have seen that there are cows and bullocks in the house. Where would they keep them? അപ്പോൾ ഇനി നമ്മൾ രാജയുടെ വീട് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ രാജയുടെ വീട്ടിൽ നമുക്ക് കൗസ്, അതായത് പശുക്കളെയും കാളകളെയും ഒക്കെ കാണാമായിരുന്നു. In the cattle shed. So there will be a cattle shed also, right? You should draw cattle sheds also. What else will you draw then? അപ്പോൾ ഈ പശുവും കാളയൊക്കെ അവിടെ ഒരു തൊഴുത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു തൊഴുത്ത് മറക്കാതെ തന്നെ വരയ്ക്കേണ്ടതുണ്ട്. Yeah, the trees, plants, water tanks, animals, the grove. Where is the grove? പിന്നീട് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ധാരാളമുള്ള മരങ്ങളും മീന് വളർത്തുന്ന ടാങ്കും ചെടികളെയൊക്കെ കുറിച്ചാണ്. പിന്നെ അത് മാത്രമല്ല അവിടുത്തെ ഒരു തോപ്പുണ്ട്. ആ തോപ്പിനെ കുറിച്ചിട്ടും നിങ്ങൾ വരയ്ക്കണം. ഗ്രോവ്, അത് എവിടെയാണ് ആ ഗ്രോവ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. At the end of the compound there are paddy fields also. Where are the paddy fields? അപ്പോൾ ആ തോട്ടത്തിൻ്റെ കോർണറിൽ ഒരു മൂലയിലാണ് ഈ തോപ്പ് ഉള്ളത്. പിന്നെ അവിടെ നമുക്ക് പാഡി ഫീൽഡ്സ്, അതായത് പാടം കാണാൻ പറ്റുന്നുണ്ട്. എവിടെയാണ് ഈ പാടം ഉള്ളത്? Fix the position of the paddy field also. Draw all these, okay? You should. അപ്പോൾ എവിടെയാണോ പാടമുള്ളത് അതിൻ്റെ ഒരു സ്ഥലം നിശ്ചയിച്ച് അതും കൂടി നമ്മൾ വരയ്ക്കുന്നതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. Color them too. നിങ്ങൾ ചിത്രം വരയ്ക്കുക മാത്രമല്ല അതിനെല്ലാത്തിനും കളർ ചെയ്യുകയും വേണം. After drawing, you may send the picture to your class group, okay? Feel difficulty to draw and paint? Then you can paste cutouts of pictures. After that, you can record a video describing the picture. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരച്ച് കളർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെയും പാടത്തിൻ്റെയും പശുക്കളുടെയും ഒക്കെ ചിത്രം വെട്ടിയെടുത്ത് അത് ഒട്ടിക്കാം. എന്നിട്ട് ആ ഒട്ടിച്ചതിന് ശേഷം അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ, അതെന്താണെന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. You can send it to your teacher. Very good. We can discuss the rest of the story in the next class, okay? Read them again. That is
pages from 13 to 17. അപ്പോൾ ഇത് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടീച്ചറിന് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഇനി നമ്മൾ ബാക്കി ഭാഗം പറയാൻ പോകുന്നത്. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഈ പാഠം വായിക്കണം. 13 മുതൽ 17 വരെയുള്ള പേജുകൾ നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ടതുണ്ട്. Underline the difficult lines and tough words. Okay? You can check the glossary for meanings. That's all for today. Shall we wind up? We'll see in the next English time. Bye. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന വാക്കുകളെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഗ്ലോസറിയിൽ പോയാൽ നിങ്ങൾക്ക് മീനിങ് കാണുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.